ഒറ്റയ്ക്കല്ലോ ആണോ? അങ്ങോട്ട് പോവട്ടെ, മുങ്ങിപ്പോവും കേട്ടോ. വീട്ടിൽ പോവാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇന്ന് കളിക്കാം. വാ. പേരെന്താ? തൻഹ. തൻഹ വാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ മുങ്ങിപ്പോവും കേട്ടോ. വാ. ചേട്ടനുണ്ടോ അവിടെ? നമുക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് പോവാം. ഒരു മുട്ടോളം വെള്ളം ഉണ്ട് ഇവിടെ. അവിടെയൊക്കെയാണ് ഈ കുഞ്ഞ് വന്നത്. അപ്പോൾ കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് അവിടെ ഉണ്ട്. അവരുടെ കാഴ്ചയിൽ തന്നെയാണ് കുട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിൽ പോലും നല്ല രീതിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിലുണ്ടോ, ഈ വീട്ടിൽ മുഴുവൻ വെള്ളം കയറി. അകത്തേക്ക് കയറാൻ ഈ കുറച്ചും കൂടെ മാത്രം ഉയർന്നാൽ മതി. വെള്ളം അകത്തേക്ക് കയറുമോ? ആണോ? ഇപ്പൊ ഇവിടെ ഒരു കാനയുടെ ഇതൊക്കെ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അതിന്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. നമ്മുടെ അപ്പുറത്തെ ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു കാനയൊക്കെ ഇവിടെ സാങ്ഷനായി കിടപ്പുണ്ട്. ഇതുവരെ കാനയില്ലായിരുന്നു. കാനുണ്ട്, പക്ഷെ അത് ഹൈറ്റ് വ്യത്യാസം കാരണം വെള്ളം മര്യാദക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കാരണം ഇവിടെ പുതിയൊരു കാന സാങ്ഷൻ ആയിട്ടുണ്ട്, പക്ഷെ അത് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളായി അതിന്റെ വെള്ളം വരുമ്പോൾ കുട്ടികൾ ഇത് ആഘോഷമാക്കും അല്ലേ? അതെ. ഇപ്പൊ ഇവിടെ ഇതാണ്, ഇപ്പൊ ഇവര് പഴയ വീടൊക്കെ ഉണ്ടായതിലൊക്കെ വെള്ളം കയറുമെന്ന്. അത് കാരണം ഇപ്പൊ എല്ലാരും പൊക്കി ഒരുപാട് ഹൈറ്റിലാണ് പണിയാണത്. ഓക്കെ. ഇവിടെ ഇപ്പോഴത്തെ വീടൊക്കെ ഇതൊക്കെ ഇനിയൊരു വെള്ളം കയറില്ലേ? ഇതിപ്പോ നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസിന്റെ വീടാണ്. ഇവിടെ അതിൽ നമ്മളതിലും വലിയ പ്രശ്നമാണ് അവർക്ക്. ആണോ? ഹൈക്കോടതി ജസ്റ്റിസിന്റെ വീടാണിത്. അവിടെ അടുക്കളയിലൊക്കെ വെള്ളം കയറും. അങ്ങനെ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഒന്നുമില്ല, എല്ലായിടത്തും വെള്ളം കയറി. വെള്ളം ഒരേപോലെയാണ്. വെള്ളത്തിന് അങ്ങനെ ഇതൊന്നുമില്ല അല്ലേ? നമുക്ക് ഈ കാണയുടെ പ്രശ്നമാണ്. ഈ കാണാൻ വന്നു കഴിഞ്ഞാല് നമ്മുടെ പ്രശ്നം മാറും. എല്ലാ വർഷവും ഇതുപോലെ തന്നെ. അതെ. ഈ ഇതുപോലെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കയറും. മോളെ വെള്ളത്തിൽ കളിപ്പിക്കരുത്. ഈ എലിപ്പനിയൊക്കെ വരാനുള്ള സാധ്യതയുള്ളതാണ്. അതെ. അതിപ്പോ ഒരുപാട് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയത്. അതെ, അത് മനസ്സിലായി. എലിപ്പനിയൊക്കെ പകരാൻ സാധ്യത ഉണ്ട് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ അക്കാര്യം ശ്രദ്ധിക്കണം. എന്തായാലും ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. മുട്ടോളം വെള്ളം പൊങ്ങിക്കഴിഞ്ഞു. ഇനിയും മഴ തുടർന്നു കഴിഞ്ഞാൽ ഇതൊരു ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും വെള്ളം കയറിയത് നമുക്ക് കാണാൻ കഴിയും. നാല് ഭാഗവും ഇതിൻ്റെ 4 ഭാഗത്തേക്കും വെള്ളം കയറിയൊരു വെള്ളക്കെട്ട് തന്നെ. വെള്ളത്തിന് നടുവിലൊരു വീട് എന്നുള്ളത് തന്നെ പറയാൻ കഴിയും. വെള്ളത്തിൽ തന്നെ വീട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയണ്ട. പൂർണ്ണമായിട്ടും നല്ലത് വീടിനകത്തേക്ക് പോലും വെള്ളം കയറിയിട്ടുണ്ട്. അരുൺ, അവരോട് ഒന്ന് പെയ്യുന്ന സമയത്തുള്ള ഒരു സാഹചര്യമെങ്കിൽ ഇതിനു മുൻപ് ഈ കാനയൊക്കെ പ്രോപ്പറായി വെള്ളം ഒഴുകി പോകുന്നില്ല എന്നത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പരിഹാരം എന്നത് എന്താണ് അവരുടെ മുന്നിലുള്ളത് എന്ന്? അകത്ത് വെള്ളോ? അങ്ങോട്ട് വരാൻ പറ്റുമോ? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും. ഇവിടെ അടുത്ത വീടിൻ്റെ അകത്തേക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് അറിയില്ല. ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ വീടാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാം വീടിനകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കിണർ കണ്ടോ? കിണർ ഏകദേശം മുങ്ങാറായ അവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ ആ കിണറ്റിലേക്ക് പോലും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകും. ആ ഒരവസ്ഥയാണുള്ളത്. അത്രയ്ക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാം മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തുള്ളികൾ ആ വെള്ളത്തിലേക്ക് തന്നെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഇനിയും ഉയർന്ന് പൊങ്ങാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. അവരൊക്കെ വീടിനകത്ത് അടച്ചിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയില്ല. അകത്തും വെള്ളമാണ്, ഇപ്പോൾ പുറത്തും വെള്ളമായ ഒരു അവസ്ഥയിലാണ്. ഇതിനൊക്കെ 2 നില വീടായതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് കയറി തൽക്കാലത്തേക്ക് നിൽക്കാം എന്നുള്ള ആശ്വാസം മാത്രമാണ്. പക്ഷേ താഴെ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഇതൊരു ദുരിതപ്പെയ്ത്തിലേക്ക് പോയിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂറുകൾ ഇങ്ങനെ പെയ്തപ്പോഴാണ് ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിലേക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നും ഇല്ലാതാണ് ഈ വെള്ളം കയറി ചെല്ലുന്നത്. എന്തായാലും അധികൃതർ ഇത് ശ്രദ്ധിക്കണം. ഇത് മോട്ടോർ വെച്ചൊക്കെ അടിച്ചു കളയാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം ഇവർ കോർപ്പറേഷൻ അധികൃതരോ ഒക്കെ എത്തി ഈ വെള്ളം ഇവിടെ നിന്ന് വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മഴ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ അത് രൂക്ഷമാകും. അത് ഇവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളക്കെട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഈ എലിപ്പനി പോലുള്ള അതിനകത്തൊക്കെ ഇറങ്ങുന്നതൊക്കെ എലിപ്പനി പോലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് എത്രയും വേഗം ഈ വെള്ളം ഇവിടെ നിന്ന് അടിച്ചു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇത് പോകാം.